ഒരു നാൾ കിനാവ് പൂത്തിടും അതിൽ നമ്മളൊന്നു ചേർന്നിടും പിറാക്കൾ പോലിതേ വഴി നിലാവിൽ പാരിടും. എനിക്ക് കരച്ചിൽ വന്നത് ആ ലാസ്റ്റിലേക്കുള്ള സർപ്രൈസ് ആയിരുന്നു. ഞാൻ തീരെ ഇമാജിൻ ചെയ്തില്ല. ബിക്കോസ് അപ്പം ഞാൻ അങ്ങനെ പറയും, ഓക്കെ എനിക്ക് മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ ഐഡിയ ഒന്നും വരില്ല. ബട്ട് ഇന്നലെ ഞാൻ ശരിക്കും സർപ്രൈസ്ഡായി. ഇന്നലെ ശരിക്കും ഞാൻ എന്നോട് അനിയത്തിച്ച് അഭിനയിച്ചതാണോ അത്ര അഭിനയിച്ചല്ല, ശരിക്കും ഭയങ്കര വിഷമായി. ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചില്ല. സിഞ്ചു ഇസ് ദ മോസ്റ്റ് സ്വീറ്റസ്റ്റ് പേഴ്സൺ, കൈൻഡസ്റ്റ് പേഴ്സൺ അമംഗ് അസ്. ഓൾ ഈ കല്യാണത്തിരക്കിനിടയിൽ കൂടെ ഓളെ സ്വന്തം ഓണ്ടർപ്രണർഷിപ്പും ഫാമിലിയും അതിൻ്റെ ഇടയിൽ കസിൻസിൻ്റെ വെഡിങ്ങിലും ചില്ലാക്കളും എല്ലാം ബാലൻസ് ചെയ്തുകൊണ്ട് പോകുന്ന എൻ്റെ പൊന്നനിയത്തിയാണ്. ഐ വിഷിംഗ് ഹർ ഓൾ ദ ഹാപ്പിനെസ് ഇൻ ദ വേൾഡ് ബിക്കോസ് ഷീ deserve nothing but the best. സിമ്പിൾ ലവ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എനിക്ക് ഷാമിൽക്കനെ ഓർമ്മ വരുള്ളൂ. സിഞ്ചുവിന്റെ ചെറുപ്പത്തിലെ ഫോട്ടോസ് നോക്കിയാൽ കറക്റ്റ് അറിയാം, എപ്പോഴും ഒരു കുറുമ്പാണ് അവളെ മുഖത്ത്. എത്ര പാവാണ് എന്ന് തോന്നുമ്പോഴും ഉള്ളിൽ കണ്ണിലൊരു ഇത്തിരി കുറുമ്പുണ്ടാവും. ആ കുറുമ്പൊക്കെ ഇപ്പോഴും ഉണ്ട്. ആ കുറുമ്പ് ത്രൂ ഔട്ട് ലൈഫ് ഷാമിലിന് കിട്ടാൻ പോകുന്നൊരു കുറുമ്പാണ്. പക്ഷെ ഷീ ഈസ് ദ കൈൻഡസ്റ്റ്. ആ കുറുമ്പിൻ്റെ ഉള്ളിൽ ഓള് ഒരുപാട് സ്നേഹം കൊണ്ട് നടക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും കച്ചറുണ്ടാവുക, ഓൾ ഇന്നൊന്ന് തോണ്ടിയിട്ട് ഓടിപ്പോവും, അല്ലെങ്കിൽ ഒന്ന് ഉമ്മ വെച്ചിട്ട് ഓടിപ്പോവും. ഇതായിരുന്നു അവൾക്ക് എപ്പോഴും അവളുടെ സ്നേഹം കുറുമ്പ് കൊണ്ട് തന്നെ അവൾ കാണിച്ചുകൊണ്ടിരുന്നിരുന്നത്. ആ കുറുമ്പ് തന്നെയാണ് ഓളെ ഇപ്പോൾ ഓളെ ഈ ഒരു ഹാപ്പി ഡേയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഐ ഡോണ്ട് നോ, നമ്മൾ ഭയങ്കര ബ്ലെസ്ഡ് ആണ് സിസ്റ്റേഴ്സിൻ്റെ കേസിൽ. സിസ്റ്റേഴ്സ്, കസിൻസ്, ഫ്രണ്ട്സ്, ഐ ഡോണ്ട് നോ, റിലേഷൻഷിപ്സ് എനിക്ക് അൽഹംദുലില്ലാ ഭയങ്കര ബ്ലെസ്ഡാണ് ഞാൻ. എനിക്ക് എൻ്റെ ചുറ്റുമുള്ള ആളുകൾ എപ്പോഴും ഭയങ്കര അടിപൊളിയാണ്. എന്നേക്കാൾ അടിപൊളി ആളുകളെ ചുറ്റും കിട്ടാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സിഞ്ചാത്ത എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ബോണ്ടിങ് ആണ് തോന്നുന്നത്. തൊട്ട് മൂത്ത സിസ്റ്റർ അല്ല, അതിന് മൂത്തതാണെങ്കിലും നല്ലോണം കച്ചറ ഉണ്ടാവാറുണ്ട്. അങ്ങനെ എല്ലാ ഒരു ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു സിസ്റ്റർ തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സിഞ്ചുവിന്റെ കാത്തുകാത്തിരുന്ന നീണ്ടു പോയി ഒടുവിൽ സംഭവിച്ച അവളുടെ കല്യാണ തലേന്നിലേക്ക് സ്വാഗതം. സിഞ്ചു ആണ് ഏറ്റവും സിമിലർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആൾക്കാർ. ബിഹേവിയറിൽ സിമിലർ ഉള്ള, പക്ഷെ ഒരേപോലെയാണ് നടക്കുക, ഒരേപോലെയാണ് വർത്തമാനം പറയുക. മൂവീസ് ആയാലും ആർട്ടായാലും ഓരോ ഇൻട്രസ്റ്റ് ഒക്കെ ഭയങ്കര സിമിലറാണ്. പക്ഷെ സിഞ്ചു പറയുന്ന പോലെ ഉമ്മയും ഓളും നമ്മളെ റാപ്പോ വേറെ തന്നെ റാപ്പോ ആണ്. 4 പെൺകുട്ടികളായതുകൊണ്ട് തന്നെ അവരൊരു ഗ്യാങ്ങാണ്. അതിൽ നിന്ന് ഓരോരുത്തരായിട്ട് ഇങ്ങനെ മാറിപ്പോകുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു എനിക്കുന്നത്. ഒരു 3 കൊല്ലം ബാക്ക് ആണ് എൻ്റെ താത്തൻ്റെ കല്യാണത്തിന് താത്ത ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ ഇരുന്ന് കരഞ്ഞു. അതേപോലെ ഞാൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മ കരഞ്ഞ്. എനിക്ക് നാണം വരും ഗ്രൂമിനെ പറ്റി പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. മൂപ്പർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഫസ്റ്റ് മീറ്റിൽ തന്നെ ഐ വാസ് വെരി കംഫർട്ടബിൾ വിത്ത്. ഭയങ്കര ഫണ്ണാണ്, ചാർമിങ് ബോയ് ആണ്. സോ യാ, ഐ എം സോ ലക്കി ടു ഹാവ്. ഈ ഒരു സമയത്ത് പറയാന്നുണ്ടെങ്കിൽ സിഞ്ചാത്തന്റെ കല്യാണം എന്ന് ശരിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പം ഇന്ന് സിഞ്ചാത്തനെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ പോലും ഞാൻ ഓരോരുത്തർ ചോദിച്ചു, ഇങ്ങനെയാണ്, ഇങ്ങനെ ഒന്നും ഒരു നാണത്തോടെ ഇങ്ങനെ
സീറ്റിലിരിക്കുക. കാരണം നമ്മളെ വീട്ടിലെ എല്ലാ പ്രോഗ്രാംസും ഓടി നടന്ന് സെറ്റ് ചെയ്യുന്ന ആളാണ് സിന്ധുവേട്ട. ഓരോരു മണവാട്ടിയായിട്ട് ഇരിക്കുന്നത് ചിന്തിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഇൻഷാല്ലാ ഉഷാറാവട്ടെ. ഫൈഹ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഫറൂഖ് കോളേജിൽ ഒരുമിച്ച് പഠിച്ചാണ്. അപ്പം അന്ന് അവള് പറയായിരുന്നു ഇതാകെ 3 വർഷത്തിന്റെ ബന്ധല്ലേ, വെറുതെ എന്തോ ഉടക്കിയപ്പോൾ പറഞ്ഞതാണ്. പിന്നെ ഇപ്പോൾ ഇതാ ആഫ്റ്റർ എത്രയും 6 ഇയേഴ്സ് പ്ലസ് ആയിട്ടുണ്ട്. അവളാണ് നമ്മളെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്ന ഗ്ലൂ ആണ് ഫൈഹ എന്ന് പറയുകയാണെങ്കിൽ. എല്ലാ രീതിയിലും മാനേജ് ചെയ്യുന്ന കാര്യമാണെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യമാണെങ്കിലും എന്തെങ്കിലും ആണെങ്കിലും ഓള് ഫസ്റ്റ് അവള് ഫസ്റ്റ് ഉണ്ടാവും. ഷീസ് ലൈക്ക് വെരി സെൽഫ്ലെസ് പേഴ്സൺ ആസ് വെൽ. ഞങ്ങളുടെ സിഞ്ചുമോൾക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ, പടച്ചുറപ്പിന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് എപ്പോഴും ഉള്ളത്. എൻ്റെ ഫേവറേറ്റ് കസിൻ ഷബുത്താത്തൻ്റെ ഹസ്ബൻഡിൻ്റെ ഫസ്റ്റ് കസിനാണ് ദിസ് ഗൈ. ഷബ്താൻ്റെ മൈൻഡിൽ വന്നൊരു ഐഡിയ ആണ്, മേ ബി സിഞ്ചും ഷാലുവും നല്ല രസമുണ്ടാവും, അവർ മാച്ച് ഉണ്ടാവും. അപ്പോൾ നമ്മൾ മീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഷാമിലിക്കൻ്റെ അടുത്ത് ശബ്ദ ഫുള്ള് സിഞ്ചു ഇങ്ങനെ അടിപൊളിയാ, സിഞ്ചു അങ്ങനെയാ, നിങ്ങൾ ചേരും അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പാരലി എൻ്റെ അടുത്തും ഷാലു അടിപൊളിയാ, ഷാലു അങ്ങനെയാ, ഷാലു ഇങ്ങനെയാന്നും പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ നമ്മൾ മീറ്റ് ചെയ്യുന്നില്ല. പിന്നെ നമ്മളൊരു ഒരു ഒരു ബിസിനസ് മീറ്റിംഗ് പരിപാടിയിൽ നമ്മൾ മീറ്റ് ചെയ്തു. അപ്പോൾ മീറ്റ് ചെയ്തപ്പോൾ നമുക്ക് രണ്ടുപേർക്കുള്ളിൽ ഇങ്ങനെ ഓക്കെ ഇതാണ് ഇപ്പോൾ സിഞ്ചു, ഇതാണ് ഇപ്പോൾ ഷാലു, ആ ഒരു സാധനം ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ സംസാരിച്ചപ്പോൾ ഓക്കെ നൈസ് ഗൈ, മേ ബി മൂപ്പർക്കും ഓ നൈസ് ഗേൾ എന്നുള്ള ഫീൽ കിട്ടി. അങ്ങനെ ഇപ്പോൾ ഇതാ കല്യാണം കഴിക്കാം. ഫീലിംഗ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഇമോഷണലാവും. കാരണം എന്നോടെല്ലാം ചോദിക്കും ടെൻഷൻ ഉണ്ടോന്ന്. പക്ഷെ ശാമലിക്കനെ കണ്ട എനിക്ക് ടെൻഷൻ ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഞാൻ ഒന്നെങ്കിൽ ഈ തന്നെ ചിരിച്ചോണ്ടിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞോണ്ടിരിക്കും. ഇതിലേതോ ഒന്നാണ് സംഭവിക്കാൻ പോകുന്നത്. ലോകത്തെ ലൈക്ക് ദിസ് വേൾഡിൽ ആകെ ഒരൊറ്റ ഡ്രീമേ ഉള്ളൂ, അത് ഹാവിങ് എ ഗുഡ് ലൈഫ്, ഒരു ലൈഫ് പാർട്ട്ണറെ കൂടെ ഒരു ലവ് ലൈഫ് എന്നുള്ളത് തന്നെ എപ്പോഴും പറയണം, മാരേജ്. അപ്പം അത് അടിപൊളിയാണെങ്കിൽ എല്ലാം അടിപൊളിയാണെന്ന് ഞാൻ പറയും. ഷാമിലിക്കൊക്കെ നന്നായിട്ട് അറിയെങ്കിൽ ഷാമിലിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പറയും ഇൻ എ റിലേഷൻഷിപ്പ് അതിൽ ഒരാൾ കുറച്ച് ഓവർ സ്നേഹിക്കുന്നു, ആ ഓവർ കാറ്റഗറിയിൽ പെട്ട ആളാണ് ഞാൻ. സോ ഞാനിനി എത്ര ഇഷ്ടമെന്ന് പറയുന്നതിൽ പോയിന്റ് ഇല്ല. ബട്ട് ഐ വിൽ മേക്ക് യുവർ ലൈഫ് ഈസിയർ ഇൻഷാല്ലാ. അതാണ് എൻ്റെ ഗോൾ. ഐ വിൽ മേക്ക് യുവർ ലൈഫ് മോർ കംഫർട്ടബിൾ, ഹാപ്പിയർ ആൻഡ് പീസ്ഫുൾ ഇൻഷാല്ലാ.